പകുതി കിട്ടിയതെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ടാറിങ് റോഡിലെത്തി. ഇനി കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെയും കാടാണ്. പിന്നെ അവിടെ കണ്ട പോലത്തെ വഴി അതിനേക്കാളും ബെറ്ററാണ് കേട്ടോ, അതിനേക്കാളും ബെറ്ററാണിത്. റബ്ബറും തോട്ടം. അതുകൊണ്ട് ഇനി ഇപ്പം എടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ അമ്പലത്തിൽ ചെന്നിട്ടായിരിക്കും ബാക്കി. അമ്പലത്തിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതാ എൻ്റെ ഫ്രണ്ടിൽ നടന്നു. സാധാരണ ഞാനാണ് ഏറ്റവും ഫ്രണ്ടിൽ, ഇപ്പം നേരെ തിരിച്ചായി ഗേസ്. നിൽക്കവിടെ ഗേസ്. ഞാനങ്ങനെ ഓടി അമ്മയുടെ അടുത്ത്. നിങ്ങളോടൊരു കാര്യത്തിൽ മാത്രം എനിക്ക് ദേഷ്യമുണ്ട്. നിങ്ങൾ വലിയ വലിയ യൂട്യൂബേഴ്സിനോടെല്ലാം കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എന്നോട് മാത്രം എന്താ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാത്തത്? നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വേണം എനിക്കൊരു Q&A എടുക്കാൻ. നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നല്ലേ എനിക്ക് Q&A ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളങ്ങനെ വീണ്ടും ടാറിങ് റോഡ് കഴിഞ്ഞ് കാട്ടിലേക്ക് കയറി കഴിഞ്ഞു. ഇതിനി ഇങ്ങോട്ടുള്ളത് ഫുള്ള് റബ്ബറും തോട്ടം, തോട്, കാട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇവിടെ ഞങ്ങൾ പോകുന്ന വഴീൻ്റെ തൊട്ട് മേളിലൊരു വീടുണ്ട്. വീടൊന്നും കാണാൻ പറ്റില്ല, ഫുള്ള് കാടായതുകൊണ്ട് കാണാൻ പറ്റില്ല. അവിടെ ഒരു പട്ടിയുണ്ട്. ആ പട്ടിയാണ് ഗസ് കിടന്ന് കുരയ്ക്കുന്നത്. എനിക്ക് ആ പട്ടീനെ ഒട്ടും ഇഷ്ടമല്ല. എപ്പോൾ ആരെങ്കിലും ഇതിൽ വന്നാലും ഒപ്പം തുടങ്ങും. പിന്നെ 1 മണിക്കൂർ നിന്നങ്ങ് കുരയ്ക്കും. സാധാരണ പട്ടിയൊക്കെ ആളങ്ങ് പോയി കഴിഞ്ഞാൽ കുര നിർത്തും. ഈ പട്ടി അതൊന്നുമല്ല, നിർത്താതെ കുരച്ചുകൊണ്ടിരിക്കും. ഈ പറയുന്ന എൻ്റെ വീട്ടിലെ പട്ടി ഇത് തന്നെ കേട്ടോ അവസ്ഥ. ആൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും അത് കുര നിർത്തൂല. അങ്ങനെയൊരു സാധനമായിപ്പോയി എൻ്റെ പട്ടിയും ഇവിടുത്തെ പട്ടിയും. നോക്കൂ, ഇവിടെ മൊത്തം കാടാണ്. ഈ കാട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈ കാട്ടിൽ കൂടാണ് പോകേണ്ടത്. മൊത്തം മുള്ളും കാടും ഒക്കെയുണ്ട്.